നമസ്കാരം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ലോകമെമ്പാടും ലെനിന്റെ പ്രതിമകൾ ഒന്നൊന്നായി നിലം പൊത്തിയ ചരിത്രത്തിന് സമാനമായ ഒരു പതനത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട പിണറായിസം തകർന്നടിയുമ്പോൾ അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പരാജയമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി മുതിർന്ന നേതാക്കളോടും ജനങ്ങളോടും കാട്ടിയ ചതിയുടെയും അഹങ്കാരത്തിന്റെയും പരിസമാപ്തിയാണ്. പാർട്ടി കെട്ടിപ്പടുത്ത ജനകീയ നേതാക്കളെ മരണാനന്തരവും അപമാനിച്ച പിണറായി ഗോവിന്ദൻ അച്ചുതണ്ടിന് കേരളം നൽകിയ മറുപടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറുന്നു. CPMന്റെ അടിത്തറ ഇളകിയതിന് പിന്നിലെ പ്രധാന കാരണം പാർട്ടിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടതാണ് എന്ന് ഈ ജനവിധി വ്യക്തമാക്കുന്നു. ജനകീയതയുടെ പര്യായമായിരുന്ന VS അച്യുതാനന്ദന്റെ അന്ത്യയാത്രയിൽ പോലും സഖാക്കളെ ബസ്സിനുള്ളിൽ കയറ്റാതെ തടഞ്ഞതും, പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയതന്ത്രജ്ഞതയോടെ കൂടെ നിന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം AKG സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നതും അണികൾക്കിടയിൽ കടുത്ത രോഷം തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ രണ്ട് മഹാരഥന്മാരോടും പിണറായി വിജയനും MV ഗോവിന്ദനും കാട്ടിയത് ചരിത്രം മാപ്പ് നൽകാത്ത വമ്പൻ ചതി തന്നെയാണ്. ഈ നേതാക്കൾ പകർന്നു നൽകിയ ഊർജവും സ്നേഹവും ഇല്ലാതായതോടുകൂടി പാർട്ടി സംവിധാനം കേവലം ഒരു കോർപ്പറേറ്റ് കമ്പനിയായി അധപ്പതിച്ചു. മരണശേഷം പോലും നേതാക്കളെ അവഗണിച്ച നേതൃത്വത്തിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തികൾ ഉയർന്നു വന്നതാണ് UDF തരംഗത്തിന് കരുത്തുകൂട്ടിയത്. കോടിയേരിയുടെ നയതന്ത്രജ്ഞതയും VSന്റെ ജനകീയ പോരാട്ട വീര്യവും ഇല്ലാതായതോടുകൂടി പാർട്ടി അണികൾ അനാഥരായി. ഈ വിടവിലേക്ക് ധിക്കാരവും ധാർഷ്ട്യവും പ്രതിഷ്ഠിച്ച പിണറായി വിജയനെ ജനങ്ങൾ തിരസ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും വൻതോതിൽ വോട്ട് ചോർന്നത് പിണറായിസത്തിന്റെ അന്ത്യം എത്രത്തോളം ദയനീയമാണ് എന്ന് കാട്ടിത്തരുന്നു. സ്വന്തം തട്ടകത്തിൽ പോലും വോട്ടർമാരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സംസ്ഥാനം ഭരിക്കാനാകും എന്നത് ഒരു ചോദ്യമായി ഉയർന്നു. സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ ലെനിന്റെ പ്രതിമകൾ തകർക്കപ്പെട്ടതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന ബിംബവും കേരള രാഷ്ട്രീയത്തിൽ തകർന്നടിയുകയാണ്. പാർട്ടിയെ കുടുംബസ്വത്താക്കി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനും നോക്കിയ MV ഗോവിന്ദന്റെ സകല തന്ത്രങ്ങളും ജനങ്ങളുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പരാജയപ്പെട്ടു. വിശ്വാസികളെയും സാധാരണക്കാരെയും ഒരുപോലെ വഞ്ചിച്ച ഈ ഭരണകൂടം ഇനി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും സ്ഥാനം. കമ്മ്യൂണിസത്തിന് തകർച്ച പൂർണ്ണമാകുമ്പോൾ അഹങ്കാരത്തിന് മേൽ ജനാധിപത്യം നേടിയ വൻ വിജയമായി ഈ ഫലം എന്നും ഓർമ്മിക്കപ്പെടും. കേരളം ഇനി പുതിയൊരു പുലരിയിലേക്ക് കണ്ണു തുറക്കുകയാണ്. കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ച UDF തരംഗം കേവലം ഒരു ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് CPMനുള്ളിലെ ഏകാധിപത്യത്തിനും ചതിക്കുമെതിരെയുള്ള സഖാക്കളുടെ തന്നെ നിശബ്ദ വിപ്ലവമാണ്. പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ച മഹാരഥന്മാരായ VS അച്യുതാനന്ദന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും കുടുംബങ്ങളെപ്പോലും പടിയടച്ച് പിണ്ടം വെച്ച നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനുള്ള കനത്ത പ്രഹരമായി ഈ തിരഞ്ഞെടുപ്പ് ഫലം മാറുന്നു. VS അച്യുതാനന്ദന്റെ മകനെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തിയത് VS അനുകൂലികളായ ലക്ഷക്കണക്കിന് വോട്ടർമാരെ പാർട്ടിക്കെതിരെ തിരിച്ചു. മലമ്പുഴയിൽ VSന്റെ മകന് സീറ്റ് നൽകിയാൽ മത്സരിക്കാനില്ല എന്ന് A സുരേഷിനെ പോലെയുള്ള പ്രാദേശിക നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചിട്ടും അത് തിരുത്താൻ പാർട്ടി കേന്ദ്രങ്ങൾ തയ്യാറായില്ല. VSന്റെ പാരമ്പര്യം തുടച്ചു നീക്കാനുള്ള പിണറായി ഗോവിന്ദൻ അച്ചുതണ്ടിന്റെ നീക്കം മലമ്പുഴയിലെയും പാലക്കാട്ടെയും ചുവപ്പൻ കോട്ടകളിൽ വൻ വിള്ളലുണ്ടാക്കി. സമാനമായ രീതിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്നടങ്കം തഴഞ്ഞതും അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. കോടിയേരിയുടെ നയതന്ത്രവും കരുതലും പാർട്ടിക്ക് നഷ്ടമായപ്പോൾ പകരം വന്നത് പിണറായിസത്തിന്റെ വെറും ധിക്കാരം മാത്രമാണ്. ആലപ്പുഴയുടെ രാഷ്ട്രീയ മണ്ണിൽ G സുധാകരൻ എന്ന മുതിർന്ന നേതാവിനെ അവമാനിച്ച് പുറത്താക്കിയതിന് ജില്ലയിലെ വോട്ടർമാർ നൽകിയ മറുപടിയും നിർണായകമായി. സുധാകരന്റെ സ്വാധീന മേഖലകളിൽ CPMന്റെ അടിത്തറ പാടെ ഇളകി. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ UDF പെട്ടിയിലായത് സുധാകരനെ പോലെയുള്ള ജനകീയ നേതാക്കളെ ഒതുക്കിയതിലുള്ള അമർഷം മൂലമാണ്. സ്വന്തം പാളയത്തിലെ പടയൊരുക്കം തിരിച്ചറിയാതെ മുന്നോട്ടു പോയ MV ഗോവിന്ദന്റെ തന്ത്രങ്ങളെല്ലാം തന്നെ അമ്പി പരാജയപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലെനിന്റെ പ്രതിമകൾ വീണതുപോലെ പിണറായി വിജയൻ എന്ന ബിംബം ധർമ്മടം മുതൽ തിരുവനന്തപുരം വരെ തകർന്നടിയുന്ന കാഴ്ചയാണിപ്പോൾ കണ്ടത്. ജനകീയതയെ അടിച്ചമർത്തി വ്യക്തിപൂജയ്ക്ക് പിന്നാലെ പോയ നേതൃത്വത്തിന് അണികൾ തന്നെ നൽകിയ പ്രഹരമാണിത്. നേതാക്കളുടെ അന്ത്യയാത്രയിൽ പോലും അനാദരവ് കാട്ടിയവർക്ക് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ ഈ ശിക്ഷ CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി ഇത് അവശേഷിക്കും. കമ്മ്യൂണിസ്റ്റ് മുക്തമായ പുതിയൊരു കേരള രാഷ്ട്രീയത്തിനാണ് ഇതോടുകൂടി തുടക്കമാകുന്നത്.